ഹലോ ഗൈസ്, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണ അന്നു മുതൽ നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇത് കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നെക്കാളും മികച്ച എന്തോ ഒന്നും മറ്റൊരാൾക്കുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് തുടങ്ങുന്നത്. പണ്ടത്തെ ഗുഹാമനുഷ്യരിൽ നിന്ന് ഒരു പരിഷ്കൃത സമൂഹമായി നമ്മൾ മാറിയെങ്കിലും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ആ പഴയ പാറ്റേണിൽ തന്നെയാണെന്ന് പറയാം. സത്യത്തിൽ എവല്യൂഷന്റെ ഭാഗമായി സർവൈവൽ എന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ തന്നേക്കാൾ മികച്ചതായതിനെ കമ്പയർ ചെയ്തു തുടങ്ങിയത്. പിന്നീട് അത് ഉള്ളവനിൽ നിന്ന് പിടിച്ചെടുക്കലായി മാറി. ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് മനുഷ്യനൊരു സിവിലൈസ്ഡ് സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായി തുടങ്ങി. എന്നിരുന്നാലും ആ പഴയ ബ്രെയിൻ പാറ്റേൺസ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കമ്പാരിസണുകൾ രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്: കൺസ്ട്രക്റ്റീവ് കമ്പാരിസൺ, ഡിസ്ട്രക്റ്റീവ് കമ്പാരിസൺ. കൺസ്ട്രക്റ്റീവ് ആയുള്ള കമ്പാരിസൺ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കമ്പാരിസൺ ആണ്. എന്നാൽ ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഫീഡായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് കമ്പാരിസൺ ആണ്. ഇതിന്റെ പ്രധാനമായൊരു റീസൺ നമ്മുടെ സൊസൈറ്റി വളരെ ജഡ്ജ്മെന്റൽ ആണ് എന്നതാണ്. ഉദാഹരണത്തിന്, നല്ല ഉയരവും ഒത്ത ശരീരവും നല്ല നിറമൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അയാൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അങ്ങനെയല്ലേ? അതുപോലെ നിറം കുറഞ്ഞ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ നമ്മൾ അവരുടെ ജാതി എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യും. ഒരു കുട്ടി പഠന വിഷയത്തിൽ തൽപരനല്ലെങ്കിൽ അവൻ ഉഴപ്പനായി. അതുപോലെ 20 ജോലി ലഭിച്ചില്ലെങ്കിൽ 30 വയസ്സിനുള്ളിൽ കുട്ടിയും കുടുംബമായി സെറ്റിലായില്ലെങ്കിൽ അവൻ ലൈഫിൽ തോറ്റുപോയവനായി മുദ്ര കുത്തപ്പെടും. സത്യത്തിൽ ഈ ഒരു ഭയത്തിൽ നിന്ന് തന്നെയാണ് അവനെ പോലെ പഠിക്ക്, ഇവളെ പോലെ ജീവിക്ക് എന്നൊക്കെയുള്ളൊരു പ്രഷർ നമ്മളിലേക്ക് കയറി കൂടുന്നത്. ഇത് പിന്നീട് നമ്മൾ ഏറ്റെടുക്കുന്നു. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ഞാനൊരു തോൽവിയാണെന്ന് സ്വയം വിശ്വസിക്കും. സമൂഹത്തെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കും. ഡിസ്ട്രക്റ്റീവായ കമ്പാരിസണിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസ് ആണ് ഉടലെടുക്കുന്നത്. അതിന്റെ ഫലം എന്താ? നമ്മുടെ തന്നെ നാശം. നമ്മുടെ താരതമ്യങ്ങൾ നമ്മുടെ നാശത്തിന് കാരണമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും നമ്മളെക്കാൾ ഒരു പടി മുന്നേറാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ തന്നെ മികച്ചൊരു വേർഷൻ ആകാൻ നമുക്ക് ശ്രമിക്കാം. ശുഭദിനം.